الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെയും നമ്മളോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ പലരും രോഗികളായി കഴിയുന്നവരാണ്. അല്ലാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ ക്ലാസ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നീ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ പലരും വിളിച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ, നീ അവർക്ക് സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദുആയ്ക്ക് ഇജാബത്തുള്ള മനുഷ്യന്റെ അടയാളമാണ്. ദുആയ്ക്ക് ഇജാബത്തുള്ള മനുഷ്യന് നമ്മളെല്ലാവരും പറയാറുള്ളൊരു കാര്യം, ഉസ്താദേ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും കാര്യം നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. എന്നാൽ അതിനൊരു അടയാളമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്. അല്ലാഹുവേ, നീ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നീ ദുആ ചെയ്യുമ്പോ എന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കുമോ? എന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കുമോ? നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. എന്നാ നിനക്കുണ്ടാകേണ്ട ഒരു അടയാളമുണ്ട്. ആ അടയാളമുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ്. അല്ലാഹു നിന്റെ ദുനിയാവും ആഖിറവും നന്നാക്കി തരുന്നതാണ്. ആ ഒരടയാളം നമ്മളിലുള്ളോ എന്ന് നമ്മൾ വിചിന്തനം നടത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അടയാളമില്ലെങ്കിൽ ആ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ എന്നുള്ള ആത്മാർത്ഥമായ ചിന്തയോടെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. എന്നാൽ അതാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ ദുആ സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിനക്കുള്ളൊരു അടയാളമുണ്ട്. നബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ സറതക ഹസനതുക വസാഅതുക സയ്യതുക ഫഅന്ത മുഅ്മിൻ. ഖാല നബിയുനാ വസയ്യിദുനാ മുസ്തഫ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ അതാ പറയുന്ന അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതാ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, നബിയേ ഈമാൻ എന്നാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, നിന്റെ നന്മകൾ നിന്നെ സന്തോഷിപ്പിക്കുകയും നിന്റെ തെറ്റുകൾ നിന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ മുഅ്മിനാണ്, നിനക്ക് വിശ്വാസമുണ്ട്, ഈമാനുണ്ട്. നീ ദുആ ചെയ്താ അല്ലാഹു ആ ദുആയ്ക്ക് ഇജാബത്ത് നൽകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നവന്റെ അടയാളം എന്തെന്നറിയോ? അവനൊരു തെറ്റ് ചെയ്താൽ അവന് വല്ലാത്ത ദുഃഖമാണ്, ഖേദമാണ്, പ്രയാസമാ. അവന് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ഉടനെ അവന് പറയും, അല്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് ദിക്ർ ചൊല്ലാൻ കഴിഞ്ഞല്ലോ, എനിക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞല്ലോ, എനിക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞല്ലോ. അല്ലാഹ്
സന്തോഷം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദാവം വല്ലാതെ സന്തോഷിക്കുന്നതാ. അത് മുഅ്മിനായ മനുഷ്യനാണ്. ഇത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മനുഷ്യന്റെ അടയാളമാണ്. രണ്ടാമത്തെ അവനൊരു തെറ്റ് സംഭവിച്ചു പോയാൽ പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബേ എന്റെ കയ്യിൽ നിന്നൊരു അപരാധം സംഭവിച്ചു പോയി, എന്റെ കയ്യിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു പോയി, എന്റെ കയ്യിൽ നിന്നതാ ഒരു പാപം സംഭവിച്ചു പോയി, പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന മനുഷ്യന് ഇതാണ് ഇജാബത്ത് കിട്ടുന്ന മനുഷ്യന്റെ അടയാളം. അല്ലാഹുവേ പൊന്നുമോനെ, ഈമാന മാധുര്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുണ്ടോ? ഈ പറഞ്ഞടയാളമുണ്ടോ? അല്ലാഹു നിന്റെ ദുആക്ക് ഇജാബത്ത് തരുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ നിന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ടോ? അല്ലാഹുവേ, മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതിന്റെ വേറൊരു അടയാളം എന്ന് പറയുന്നത് അവന്റെ മനസ്സിൽ എപ്പോഴും തൗബയുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോഴും മനസ്സിൽ തൗബയാണ്. ഞാൻ എപ്പോഴാണ് മരണപ്പെട്ടു പോകുന്നതെന്നറിയില്ലല്ലോ റബ്ബേ, അതുകൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാ, എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എപ്പോഴും തൗബയായിരിക്കും. മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവന്റെ ഹൃദയത്തിൽ അവന് കാരുണ്യമുണ്ടാകുന്നതാണ്. എല്ലാവരോടും കാരുണ്യമാണ്, ആരോടും യാതൊരു വെറുപ്പില്ല, ഒരു മനുഷ്യരോട് പോലും വെറുപ്പില്ല, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ ദാനധർമ്മം ചെയ്യുന്നവര് നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നതാണ്. അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ദാനധർമ്മം എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. ദുആ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ദാനധർമ്മം, ആർക്കെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ദുആ ചെയ്യ്, അല്ലാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കുമെന്ന് ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവേ, അവൻ ധാരാളം സുന്നത്ത് നിസ്കരിക്കുന്നവനാ, ധാരാളം സുന്നത്തുകൾ എടുക്കുന്നവനാണ്, ധാരാളം സുന്നത്തുകൾ നിസ്കരിക്കുന്നവനുണ്ടല്ലോ, അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അതിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. മാത്രമല്ല വഅലാമത്തുൽ ജന്ന, വഅലാമത്ത് അഹ്ലുൽ ജന്ന, സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ അടയാളമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുന്നത്. അത് സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ അടയാളമാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നവരുടെ അടയാളമാണ് പറഞ്ഞത്. ഈ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടോ? ഈ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടോ എങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കാൻ കഴിയുമടാ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സലാമത്തിലാക്കുമാറാകട്ടെ. അല്ലാഹുവേ,
കടക്കണിയിൽ വന്ന് വലഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അല്ലാഹ് അവരുടെ കടങ്ങളെല്ലാം നീ സലാമത്തിലാക്കി കൊടുക്കല്ലാ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശിഫയാക്കി കൊടുക്കല്ലാ. അല്ലാഹുവേ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, റബ്ബേ നീ വീട് കൊടുക്കണേ തമ്പുരാനെ. ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാതെ നെട്ടോട്ടം ഓടുന്നവരുണ്ട്, അല്ലാഹുവേ അവർക്ക് സ്വന്തമായിട്ട് ഭവനം കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട് റബ്ബേ, അവർക്ക് സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവര്, ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവര്, പ്രയാസപ്പെടുന്നവര്, അവർക്ക് നല്ല അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കള് പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്, അല്ലാഹുവേ അവരെ പരീക്ഷയിൽ വിജയിപ്പിക്കണേ അല്ലാ. അവരെ പരീക്ഷയിൽ വിജയിപ്പിക്കണേ അല്ലാ. അവര് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടു പോയൊരു മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.